നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഒടുവിൽ കണക്ക് പുറത്ത് ഏകദേശം 79.63%. ഇനി വരേണ്ടത് 53,984 സർവീസ് വോട്ട്. അന്തിമ കണക്ക് ഇനിയും മാറും. ഞങ്ങളെ ചേർത്തു പിടിച്ചവരാണ്, ഞങ്ങൾക്ക് അവരെ കാണാൻ തോന്നി. മാധ്യമപ്രവർത്തകരുടെ അധിക്ഷേപത്തിൽ മുണ്ടക്കൈ ദുരന്തബാധിതർ. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന് കോൺഗ്രസിന്റെ ഭീഷണി. നിതിൻ രാജിന്റെ മരണം പ്രത്യേക അന്വേഷണ സംഘം മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. ബിജെപിക്കെതിരെ അന്വേഷണം ഊർജിതം. ശോഭാ സുരേന്ദ്രൻ എത്തിയ വീടുകളിലെ CCTV പരിശോധിച്ച് പോലീസ്. സമാധാന ചർച്ച വഴിമുട്ടിയത് അമേരിക്ക ഏകപക്ഷീയമായി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മൂലം. സ്വരമാധുരി മടങ്ങി. ആശാ ഭോസ്ലേക്ക് വിട ചൊല്ലി രാജ്യം. ബിജെപിക്കെതിരെ അന്വേഷണം ഊർജിതം. ശോഭാ സുരേന്ദ്രൻ എത്തിയ വീടുകളിലെ CCTV പരിശോധിച്ച് പോലീസ്. വിശദമായ വാർത്തകളെ പോകാം. ഒടുവിൽ കണക്ക് പുറത്തുവിട്ടു. ഏകദേശം 79.63% പേർ വോട്ട് ചെയ്തു. ഇനി വരേണ്ടത് 53,954. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് യന്ത്രത്തിൽ മാത്രം 78.27% പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ U. രത്തൻ കേൽക്കർ പറഞ്ഞു. സർവീസ് വോട്ടുകളുടെ കണക്ക് ഇനി വരാനുണ്ടെന്നും പോളിംഗ് കണക്ക് പുറത്തുവിടാൻ വൈകിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തിമ കണക്ക് പ്രസിദ്ധീകരിക്കാൻ വൈകിട്ടില്ല. കൃത്യമായ കണക്ക് ലഭിക്കാൻ സമയം ആവശ്യമാണ്. 3 ദിവസം മാത്രമാണ് എടുത്തത്. ഒരാശയക്കുഴപ്പവും ഇല്ല. പ്രവർത്തനം സുതാര്യമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. EVM കണക്കിനൊപ്പം തപാൽ വോട്ട് കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഏകദേശം 79.63% പോളിംഗ് ആകുമെന്നും അന്തിമ കണക്കിൽ മാറ്റം ഉണ്ടാകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വീട്ടിലെ വോട്ട് 96.72%. ആകെ തപാൽ വോട്ട് 3,68,193. അവശ്യ സർവീസ് ചെയ്തവരുടെ വോട്ടിൻ്റെ കണക്ക് 32,172. ആകെ ഭിന്നശേഷിക്കാരിൽ 97.71% വോട്ട് ചെയ്തു. 1,45,604 മുതിർന്ന പൗരന്മാരും വോട്ട് രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. 53,984 സർവീസ് വോട്ടർമാരുടെ കണക്ക് ഇനി വരാനുണ്ടെന്നും അത് ഇൻഡെക്സ് കാർഡിലാണ് വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 പതിറ്റാണ്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. 1987 സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 80.54% അന്നത്തെ പോളിംഗ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ശതമാനം പുറത്തുവിട്ടിരുന്നില്ല. കണക്ക് പുറത്തു വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് കത്തയച്ചിരുന്നു. പോളിംഗ് ശതമാനവും പോസ്റ്റൽ വോട്ടിംഗ് നില സംബന്ധിച്ച കണക്കുകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന് കോൺഗ്രസിൻ്റെ ഭീഷണി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ ഭീഷണിയുമായി കോൺഗ്രസ് സൈബർ സംഘം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘാംഗം സന്ദീപിൻ്റെ ചിത്രം കൂടി പങ്കുവച്ചാണ് സൈബറടുത്ത് കോൺഗ്രസിൻ്റെ ഭീഷണി നിറയുന്നത്. ഭരണം കിട്ടിയാൽ കൈകാര്യം ചെയ്യും എന്ന തരത്തിലാണ് ഭീഷണി ഉയരുന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് ഈ ഭീഷണി സന്ദേശം വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയത്. 22 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞങ്ങൾ സാറുമാരെ സുഖിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തല അടിച്ചു പൊട്ടിക്കാൻ നേതൃത്വം കൊടുത്തവരൊക്കെ തൊഴിലുറപ്പ് കാർഡ് ഒരെണ്ണം എടുത്തു വെച്ചു എന്നാണ് അരുൺ രാജേന്ദ്രൻ്റെ പോസ്റ്റിൽ ഉള്ളടക്കം. ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ രക്തം കൊണ്ട് എഴുതിയിട്ടിരിക്കുന്ന കണക്കുകൾ ഒരുപാടുണ്ട് എന്നും പോസ്റ്റിൽ പറയുന്നു. കണക്ക് തീർക്കാൻ തയ്യാറാണ് എന്നും അണികൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ബാറ്റിൽ എന്ന പേജിലും KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിലും സമാനമായ രീതിയിൽ ഭീഷണി സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ ഓരോ തുള്ളി ചോരയ്ക്കും കണക്ക് ചോദിച്ചിരിക്കും എന്നാണ് പോസ്റ്റുകൾ നിറയുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തെക്കുറിച്ചും ആർക്കൊക്കെ മന്ത്രി കസേരകൾ എന്ന ചർച്ചയും തമ്മിൽ തല്ലുമാണ് കോൺഗ്രസിനുള്ളിൽ നടന്ന് കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളിലും മറ്റുമായി വന്ന സർവേകളിൽ എല്ലാം കേരളത്തിൽ തുടർഭരണമെന്ന് പറയുമ്പോഴും കോൺഗ്രസിൽ മന്ത്രിസഭ രൂപീകരണ ചർച്ചകളാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് പോലീസുകാർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന ഭീഷണിയും കോൺഗ്രസ് സൈബറിടത്ത് നിന്ന് ഉയരുന്നത്. സമാധാന ചർച്ച വഴിമുട്ടിയത് അമേരിക്ക ഏകപക്ഷീയമായി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മൂലം. ഗഡൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഏകപക്ഷീയമായി മുന്നോട്ട് വെച്ച അന്തിമ ഓഫർ ഇറാൻ തള്ളിയതോടെയാണ് ഇസ്ലാമാബാദിലെ സമാധാന ചർച്ച വഴിമുട്ടിയത്.
പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അമിത ആവശ്യങ്ങളാണ് വാൻസ് മുന്നോട്ട് വെച്ചതെന്നും ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഇറാൻ പ്രതിനിധി സംഘത്തലവൻ മുഹമ്മദ് ബാക്കർ ഗാലിബ് വ്യക്തമാക്കി. സൈനിക അധിനിവേശത്തിലൂടെ നേടാൻ കഴിയാത്തത് നയതന്ത്ര മേശയിലൂടെ നേടിയെടുക്കാമെന്ന് അമേരിക്ക കരുതേണ്ടെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖാവി തുറന്നടിച്ചു. മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടുനൽകണമെന്നും യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശത്തെ അംഗീകരിക്കാമെന്നുള്ള അവകാശങ്ങളിൽ ഇറാൻ ഉറച്ചുനിന്നു. അതേസമയം സമാധാന നീക്കങ്ങൾ തുടരവെ 2026 ഇസ്രയേലാണ് ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചതും യുദ്ധത്തിന് തുടക്കമിട്ടതും. ഇപ്പോഴും സമാധാന പ്രതീക്ഷയെ തുടക്കത്തിലെ ഇല്ലാതാക്കാൻ ബെന്യാമിൻ നെതന്യാഹു തയ്യാറായി. നാറ്റോ പോലും തകർച്ചയുടെ വക്കിലാണ്. നെതന്യാഹുവിനെ വിശ്വസിച്ച് യുദ്ധത്തിലേക്ക് എടുത്തുചാടിയ ട്രംപിന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. പക്ഷെ അമേരിക്കയാണ് ജയിച്ചതെന്ന് സ്ഥാപിക്കണം. അല്ലാത്ത പക്ഷം ലോകം പോലീസ് പട്ടം നഷ്ടമാകും. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അമേരിക്കയുടെ ദയനീയ രോദനമാണ് ട്രംപിലൂടെ ലോകം കേൾക്കുന്നത്. ചർച്ച പരിഹാരമാക്കാത്തതിനാൽ ഹോർമുസിൽ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ഒന്നും തന്നെ പോകേണ്ടെന്ന നിലപാടാണ് നിലവിൽ ട്രംപ്. ഇസ്രയേലിന്റെ വാക്കുകേട്ട് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട അമേരിക്ക നയതന്ത്രത്തിൽ സർവത്ര പാളിയായിരിക്കുന്നു എന്ന് ചുരുക്കം. BJPക്കെതിരെ അന്വേഷണം ഊർജിതം. ശോഭാ സുരേന്ദ്രൻ എത്തിയ വീടുകളിലെ CCTV പരിശോധിച്ച് പോലീസ്. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് വോട്ടർമാർക്ക് പണം നൽകിയെന്ന ഗുരുതരമായ ആരോപണത്തിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെയും പ്രവർത്തകർക്കുമെതിരെയും പോലീസ് അന്വേഷണം വിപുലീകരിക്കുന്നു. പാലക്കാട് സൗത്ത് പോലീസാണ് കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നത്. നിശബ്ദ പ്രചാരണ ദിവസം ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ച വീടുകളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. കണ്ണാടി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ പണം വിതരണം ചെയ്യുന്നതാണ് പരാതി. ഇതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കും. പ്രദേശം കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. നിശബ്ദ പ്രചരണ ദിവസം സ്ഥാനാർത്ഥി മറ്റു വീടുകളിൽ എത്തിയിരുന്നു എന്നും അവിടെ പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ദൃശ്യങ്ങളിലുള്ള BJP പ്രവർത്തകരെയും സാക്ഷികളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP പണമൊഴുക്കിയെന്നാണ് ആരോപിച്ച് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിരുന്നു. ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള BJP നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് മണ്ഡലത്തിൽ ഉയരുന്നത്. പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് BJP പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നാണ് സൂചന. വിഷുസദ്യക്ക് ദിനേശിന്റെ രുചിക്കൂട്ടോ. വിഷുക്കണിക്ക് ഒരുക്കാൻ നാടൊരുങ്ങുമ്പോൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും വൻ വിലക്കിഴിവുമായി പോലീസ് മൈതാനിലെ കേരള ദിനേശ് വിഷു വിപണന മേള ശ്രദ്ധേയമാകുന്നു. വലിയ ജനത്തിരക്കാണ് മേളയിൽ അനുഭവപ്പെടുന്നത്. തുണിത്തരങ്ങൾക്ക് 60% വരെയും ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും കുടകൾക്കും 10% വിലക്കിഴിവുണ്ട്. സദ്യവട്ടങ്ങൾക്ക് മാറ്റുകൂട്ടാൻ 650 ഗ്രാം 1 കിലോ പാക്കറ്റുകളിൽ ലഭിക്കുന്ന അടപ്രഥമൻ, പരിപ്പ് പ്രഥമൻ കിറ്റുകൾക്കാണ് ആവശ്യക്കാരേറെയുള്ളത്. തേങ്ങാപ്പാൽ, തേങ്ങാപ്പൊടി, തേങ്ങാ ചിപ്സ് എന്നിവയ്ക്കും ഡിമാൻഡുണ്ട്. കറി പൗഡറുകൾ, വെളിച്ചെണ്ണ, പുട്ടുപൊടി, വറുത്ത റവ, ചായപ്പൊടി, സ്ക്വാഷ് ജാം തുടങ്ങിയ ദിനേശിന്റെ തനത് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ പഞ്ചസാര, ജീരകം, കടുക്, ചെറുപയർ, വൻപയർ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. വസ്ത്രങ്ങളിൽ മുണ്ടുകൾക്കും ഡബിൾ പോക്കറ്റ് ഷർട്ടുകൾക്കുമാണ് ആവശ്യക്കാർ കൂടുതൽ. സ്കൂൾ വിപണി ലക്ഷ്യമിട്ടുള്ള ദിനേശ് നോട്ട്ബുക്കുകളും ലഭ്യമാണ്. മേള ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് സമാപിക്കും. സ്വരമാധുരി മടങ്ങി, ആശാ ബോസിലേക്ക് വിട ചൊല്ലി രാജ്യം. വിഖ്യാത ഗായിക ആശാ ബോസിക്ക് വിട ചൊല്ലി രാജ്യം. മുംബൈയിലെ ശിവജി പാർക്ക് ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. ഹൃദയ ശ്വാസകോശ അസുഖങ്ങളെ തുടർന്ന് മുംബൈ ബ്രീത്ത് ഗാഡി ആശുപത്രിയിൽ ഞായറാഴ്ചയായിരുന്നു പ്രിയ ഗായികയുടെ അന്ത്യം. ഇന്ന് രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ ലോവർ പരേലിലെ വസതിയായ കാസാഗ്രാൻഡയിൽ പൊതുദർശനം നടന്നു. സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരാണ് പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത്. ആശാ ഭോസ്ലെയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ലോവർ പരേലിലെ വസതിയിൽ നിന്നും ദാദറിലെ ശിവജി പാർക്ക് ശ്മശാനത്തിലേക്ക് യാത്ര തിരിച്ചപ്പോൾ വഴിയിലുടനീളം പ്രിയ ഗായികയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ജനങ്ങൾ തടിച്ചുകൂടി. 8 പതിറ്റാണ്ട് നീണ്ട് സുദീർഘമായ
സംഗീതയാത്രയിൽ വിവിധ ഭാഷകളിലായി 12,000-ഓളം ഗാനങ്ങൾ സമ്മാനിച്ചാണ് ആശാ ഭോസ്ലെ മടങ്ങിയത്. പ്രശസ്ത സംഗീതജ്ഞൻ പണ്ഡിറ്റ് ദീനനാഥ് മങ്കേഷ്കറുടെ മകളായി 1933 സെപ്റ്റംബർ 8-ന് മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലാണ് ആശ ജനിച്ചത്. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന്റെ സഹോദരിയാണ്. 1943-ൽ 10-ാം വയസ്സിൽ മറാഠി ചിത്രമായ മാൽസബാലിലെ ചല ചല നവബാല എന്ന ഗാനത്തിലാണ് ആശയുടെ സ്വരം ആദ്യമായി റെക്കോർഡ് ചെയ്തത്. 1948-ൽ ചുനരിയ എന്ന സിനിമയിലൂടെ ബോളിവുഡിലും അരങ്ങേറി. CID, നായദോർ എന്നീ സിനിമകളിൽ OP നായർ ഈണമിട്ട ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായതോടെ ബോളിവുഡിൽ ആശാ ഭോസ്ലെ യുഗം ആരംഭിച്ചു. RD ബർമൻ, AR റഹ്മാൻ, ഇളയരാജ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകരുടെയെല്ലാം ഇഷ്ടഗായികയായിരുന്നു ആശാ ഭോസ്ലെ. 1995-ൽ രംഗീലയിലൂടെ റഹ്മാൻ ആശാ ഭോസ്ലെയെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 62-ാം വയസ്സിലും ഹിറ്റ് ചാർട്ടുകളിൽ ഇവർ ഇടം പിടിച്ചു. മലയാളത്തിൽ സുജാത എന്ന ചിത്രത്തിലെ സ്വയംവര ശുഭദിനമംഗളങ്ങൾ എന്ന ഗാനം അനശ്വരമാക്കി. സംഗീത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ റെക്കോർഡുകൾ നടത്തിയ ആർട്ടിസ്റ്റ് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ആശാ ഭോസ്ലെക്ക് സ്വന്തമാണ്. ഗ്രാമി പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ഗായികയാണ്. ശാസ്ത്രീയ സംഗീതം, ഗസൽ, ഭജൻ, പോപ്പ്, കവാലി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ചു. ഹിന്ദിക്ക് പുറമെ 20-ലധികം ഭാഷകളിൽ പാടിയിട്ടുണ്ട്. OP നായർ, സച്ചിൻ ദേവ് ബർമൻ, RD ബർമൻ തുടങ്ങിയ പ്രശസ്ത സംഗീത സംവിധായകരോടൊപ്പം അനശ്വരമായ നിരവധി ഗാനങ്ങളുടെ ഭാഗമായി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത കലാകാരിയായി 2011-ൽ അംഗീകരിക്കപ്പെട്ടു. 2013-ൽ മായി എന്ന ചിത്രത്തിലൂടെ 79-ാം വയസ്സിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചു. 1981-ൽ ഉംറവോ ജാൻ, 1987-ൽ ഇജാസത്ത് എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. 2000-ൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, 2008-ൽ പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചു. 9 ഫിലിം ഫെയർ അവാർഡുകൾ, 2 ഗ്രാമിനോഷനുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ക്ലീൻ ഗ്രീൻ ബ്യൂട്ടിഫുൾ തലശ്ശേരി തുറന്നു സൺസെറ്റ് വ്യൂ പോയിന്റ്. സബ് കളക്ടറുടെ ക്ലീൻ ഗ്രീൻ ബ്യൂട്ടിഫുൾ തലശ്ശേരി പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി ഓവർബ്രിഡ്ജ് ഫോളിക്ക് സമീപത്തെ സൺസെറ്റ് വ്യൂ പോയിന്റ് തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയിലെ ആദ്യകാല കളിക്കാരുടെ സംഘടനയായ ഫ്ലാഷ് ബാക്ക് വെറ്ററൻ സ്പോർട്സ്മെൻ അസോസിയേഷൻ തലശ്ശേരിയുടെ നേതൃത്വത്തിലാണ് വ്യൂ പോയിന്റ് ഒരുങ്ങിയത്. MP നിസാമുദ്ദീൻ അധ്യക്ഷനായി. KK മാരാർ, പ്രൊഫസർ AP സുബൈർ എന്നിവർ മുഖ്യ അതിഥികളായി. CTK അഫ്സൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ രഞ്ജി ട്രോഫി താരങ്ങളായ P നിസാർ, T ശിവദാസ്, NRA കമ്മീഷൻ മെമ്പർ PA ജാബിർ എന്നിവർ സംസാരിച്ചു. KSA അബ്ദുൽ ലത്തീഫ്, ഹാഷിം അഹമ്മദ്, TM ഹാരിസ്, സാജിദ് കോറോത്ത് എന്നിവരെയും നുക്കാഫ്, DWA കുവൈത്ത് എന്നീ സംഘടനകളെയും ആദരിച്ചു. PK സുരേഷ് സ്വാഗതവും OV മുഹമ്മദ് റഫീഖ് നന്ദിയും പറഞ്ഞു. ഞങ്ങളെ ചേർത്തു പിടിച്ചവരാണ്, ഞങ്ങൾക്ക് അവരെ കാണാൻ തോന്നി. മാധ്യമപ്രവർത്തകയുടെ അധിക്ഷേപത്തിൽ മുണ്ടക്കൈ ദുരിതബാധിതർ. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ ചാനൽ ചർച്ചയ്ക്കിടെ അധിക്ഷേപിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനം. റിപ്പോർട്ടർ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടാണ് ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ കഴിഞ്ഞ ദിവസം ദുരന്തബാധിതരെ രൂക്ഷമായ ഭാഷയിൽ അവഹേളിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും റവന്യൂ മന്ത്രി K രാജനെയും കാണാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുണ്ടക്കൈയിൽ നിന്നും 13-അംഗ സംഘം എത്തിയിരുന്നു. ഏറ്റവും കഷ്ടതയേറിയ നാളിൽ ചേർത്തു നിർത്തിയ സംസ്ഥാന സർക്കാരിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കാനായിരുന്നു അവർ വയനാടൻ ചുരം ഇറങ്ങി വന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ചവർ K രാജനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കാണാനെത്തിയപ്പോൾ ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവന്തിക മന്ത്രിക്കൊപ്പം, എന്നാൽ ദുരന്തബാധിതർ എത്തിയത് നാടകമാണെന്നായിരുന്നു സ്മൃതിയുടെ അധിക്ഷേപം. 13 പേരെയും പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നതാണെന്നും സ്മൃതി ആക്ഷേപിച്ചു. ദുരന്തബാധിതരെ അപമാനിക്കരുതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സഹപ്രവർത്തകൻ പറഞ്ഞിട്ടും സ്മൃതി കേൾക്കാൻ പോലും തയ്യാറായില്ല.
മാധ്യമപ്രവർത്തകയുടെ പരാമർശത്തിനെതിരെ മുണ്ടക്കയിലെ ദുരന്തബാധിതർ തന്നെ രംഗത്തെത്തി. ഞങ്ങളിപ്പോൾ മരിച്ചു ജീവിക്കുന്ന ജീവശവങ്ങളാണ്. ഞങ്ങളെക്കുറിച്ച് ഓരോ വേണ്ടാധീനങ്ങൾ ചാനലിലൂടെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെയെല്ലാം നമ്മൾ സ്നേഹിക്കുന്നത്. അവരെ നേരിട്ട് കാണാൻ തോന്നി. അങ്ങനെയാണ് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും കാണാൻ തോന്നിയതും പോയതും. വേറെ ആരും ഞങ്ങളെ നിർബന്ധിച്ചിട്ടില്ല. ദുരന്തത്തിൽ 3 മക്കളെയും നഷ്ടപ്പെട്ട സൈനയും ഭർത്താവും വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ ആക്ഷേപിക്കാൻ മനുഷ്യപ്പറ്റില്ലാത്തവർക്ക് സാധിക്കൂ എന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. നിതിൻ രാജിൻ്റെ മരണം പ്രത്യേക അന്വേഷണ സംഘം മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ആര്യനാടുള്ള വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. തക്കരക്കൽ CI ഫക്രുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി എടുത്തത്. ക്യാമ്പസിനുള്ളിലെ ജാതി അധിക്ഷേപവും മാനസിക പീഡനവുമാണ് മകൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് മാതാപിതാക്കൾ അന്വേഷണ സംഘത്തോട് ആവർത്തിച്ചു. നിതിൻ നേരിട്ട ജാതി അധിക്ഷേപങ്ങളും മാനസിക സംഘർഷങ്ങളും മറച്ചുവെക്കാൻ ലോൺ ആപ്പ് പരാതിയെ ആയുധമാക്കുകയാണെന്ന ഗുരുതര ആരോപണവും കുടുംബം ഉയർത്തുന്നു. ഭീഷണി കോളുകൾ വന്നതായി പറയുന്ന അധ്യാപിക ഒരിക്കൽ പോലും അക്കാര്യം തങ്ങളെ അറിയിച്ചിരുന്നില്ലെന്ന് മാതാപിതാക്കൾ വ്യക്തമാക്കി. കേസിൽ കൃത്യമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് SC/ST കമ്മീഷൻ അധ്യക്ഷൻ രമേശൻ മിനി അറിയിച്ചു. സർക്കാർ നിതിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്നും നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. നിയമ നടപടികൾക്ക് പുറമെ ആരോഗ്യ സർവകലാശാല നിയോഗിച്ച പ്രത്യേക സമിതിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിതിൻ്റെ മരണം കോളേജ് അധികൃതരുടെ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടും കോളേജ് അധികൃതരോ സഹപാഠികളോ വസതി സന്ദർശിക്കാൻ തയ്യാറാകാത്തത് സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും മകന് നീതി ലഭിക്കണമെന്നുമാണ് കുടുംബത്തിൻ്റെ ആവശ്യം. നിതിൻ്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സമരത്തിലാണ്. നിരവധി യുവജന വിദ്യാർത്ഥി സംഘടനകൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബ്ലാക്കി കോക്രോസ്, ആർ യു എ ക്യാൻസർ പേഷ്യൻ്റ് എന്നിവരെ ചോദിച്ചു HODക്കെതിരെ മറ്റു വിദ്യാർത്ഥികൾ. നീതി ലഭിക്കുന്നവരെ ക്ലാസുകൾ ബോയ്ക്കോട്ട് ചെയ്യാനാണ് വിദ്യാർത്ഥി യൂണിയൻ്റെ തീരുമാനം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണത്തിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി വിദ്യാർത്ഥികൾ. കോളേജിൽ സ്റ്റാഫ് റാഗിംഗ് ഉണ്ടെന്നും നിറത്തിൻ്റെ പേരിലടക്കം കടുത്ത ബോഡി ഷേമിംഗ് റാം നടത്തിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. പലതവണ പരാതി എഴുതി നൽകിയെങ്കിലും ഫയലിൽ സ്വീകരിച്ചില്ലെന്നും വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർ റാമിനെതിരെ മാത്രം നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കി വൈത്തി കോക്രോഫ് ഫാറ്റത്തിൻ യു ലുക്ക് സോത്തിൻ ആർ യു എ ക്യാൻസർ പേഷ്യൻ്റ് എന്നുവരെ ഒരു കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഉൾപ്പെടുത്തിയാണ് പരാതി കൊടുത്തത്. എല്ലാവരെയും അധിക്ഷേപിക്കും. കോളേജിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ റാമിനെതിരെ സംസാരിക്കുന്നത്. അത് നിതിൻ ആണ്. താൻ തൻ്റെ പണി നോക്കിപ്പോടോ എന്ന് നിതിൻ പറഞ്ഞിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.